ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചൗ ചൗ എന്ന് പറയുന്ന ഈ വെജിറ്റബിൾ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി കേട്ടോ. നമ്മൾ മലയാളികൾക്കിടയിൽ അത്ര കോമൺ അല്ലാത്ത ഒരു വെജിറ്റബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുറച്ച് നാൾ വരയ്ക്കും എനിക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇത് കാണാറുണ്ടെങ്കിലും പിന്നീട് ഒരിക്കൽ ഞാനിങ്ങനെ വന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ റെസിപ്പി നോക്കിയത്. ഉണ്ടാക്കി നോക്കിയപ്പോൾ അപ്പം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എനിക്കതിൽ വരുത്തണം എന്ന് തോന്നി. അങ്ങനെ ആ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ചെയ്തെടുത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി കേട്ടോ. ആ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പം നമ്മുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഇതാ മൂങ് ദാൽ, അതായത് നമ്മൾ ചെറുപരിപ്പില്ലേ പായസത്തിനൊക്കെ എടുക്കുന്ന പരിപ്പ്, ആ പരിപ്പ് ഇതാ 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ചനാദാൽ ഉണ്ടല്ലോ അത്. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് 2-3 തവണ നന്നായി വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കട്ടെ. നമ്മളിപ്പോൾ നേരത്തെ ആ പരിപ്പൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചെറുപരിപ്പും അതുപോലെ തന്നെ ചനാദാലും കടലപ്പരിപ്പും കൂടിയിട്ട് കേട്ടോ 10 മിനിറ്റ് കുതിർത്തതാണ്. ഇത് ഞാനിപ്പം കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് ആ പരിപ്പൊക്കെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അതിനോടൊപ്പം നമുക്ക് ചേർക്കേണ്ടതാണ് ഈ ചൗ ചൗ. അപ്പോൾ ഇതേ ഒന്ന് നമുക്ക് ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഈ 2 വശം ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഒന്നുകിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെത്തി കൊടുത്താൽ മതി ചെറുതായിട്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീലർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാനപ്പോൾ ഇത് രണ്ടും ഇവിടെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഇങ്ങനെ നടുവേ മുറിക്കാം. ഇത് കുറച്ച് മൂത്തതായ കാരണം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സീഡ് കാണുന്നത്. ഇത്ര മൂത്തതല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ കുരുക്കൾ പോലെയാവും കാണുക കേട്ടോ. അതാണെങ്കിലും ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ കട്ടിയുള്ള പാർട്ടും ഇതുപോലെ തന്നെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പം മതിയാവും. നമ്മളപ്പോൾ നേരത്തെ വെച്ച ദാലുണ്ടല്ലോ അതിൻ്റെ കൂടെ ഈ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചിലർക്ക് ഇങ്ങനെ വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ആ വെളുത്തുള്ളി അങ്ങനെ ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് അത് ക്ലീൻ ചെയ്തത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വെവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് ഒരുപാട് വെവൊന്നുമില്ല, കുറച്ച് വെള്ളം തന്നെ മതിയാവും. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു വിസിലും കൂടെ കൊടുക്കാം. അപ്പോഴേക്കിത് വെന്ത് കിട്ടും. അപ്പം ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഞാനവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ഇട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഞാനിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 3 ചുമന്ന വറ്റൽമുളകും, അതുപോലെ ഞാൻ ഇവിടെ ഒരു കാശ്മീരി ചില്ലിയുടെ ഒരു മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മറ്റേ നോർമൽ നമ്മളെ ചില്ലി തന്നെ ഇട്ടാൽ മതി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത മല്ലിയും അതുപോലെ തന്നെ കടലപ്പരിപ്പും വറ്റൽമുളകും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഇതിലൊരല്പം തേങ്ങയും കൂടി ചേർത്ത് നമുക്കൊന്ന് പൊടിച്ച് അരച്ചെടുക്കണം കേട്ടോ. പൊടിച്ചതിന് ശേഷം അരയ്ക്കപ്പോഴേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആദ്യം നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് മുന്നായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ, പച്ച തേങ്ങയാണ് കേട്ടോ, വറുത്തതൊന്നുമല്ല, ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതാദ്യം ഒന്ന് പൊടിക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പരിപ്പും അതുപോലെ തന്നെ ചൗ ചൗ എല്ലാം കൂടെ, അതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പും ഈ ചൗചവും നന്നായി വെന്തിട്ടുണ്ടെങ്കിലും ഈ കയ്യിൽ വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് അതെല്ലാം നന്നായിട്ട് ബൈൻഡ് ചെയ്ത് വരും. അപ്പോൾ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ആ ദാലും അതുപോലെ തന്നെ തേങ്ങയൊക്കെ കൂടിയിട്ട് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഈ അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലൂസാവാനും ഒരുപാട് തിക്കാവാനും പാടില്ല. അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ അതിന് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അത് എനിക്കിവിടെ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മളെ കറിയിൽ ഇപ്പോൾ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള വറവിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിയിലേക്കുള്ള കടുക് താളിക്കാം. അതിന് വേണ്ടി ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നപ്പോൾ ഒരൽപ്പം വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ വറ്റൽമുളക് ഒന്ന് ആയി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് കേട്ടോ, മുഴുവൻ ഉഴുന്നില്ലേ, ഉറുദുദാൽ, അതിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളുടെ ഉഴുന്ന് പരിപ്പും എല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ കറി കുക്കറിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഈ താളിച്ചത് ഒഴിക്കാം. അപ്പം നമ്മൾ ചൗചവും അതുപോലെ തന്നെ മൂങ് ദാലും എല്ലാം വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇതിന്. ഇതേപോലെയാണ് ഇരിക്കേണ്ടത് കേട്ടോ. ഒരുപാട് വെള്ളമായിട്ടും ഒരുപാട് കുറുകിയും പോകരുത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.